നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളമൊക്കെ തന്നെ മുഴങ്ങുമ്പോൾ ആകാശത്ത് മിസൈലുകൾക്കൊപ്പം തന്നെ കോൺസ്പിറസി തിയറീസ് ഒക്കെ തന്നെ, അതായത് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ വളരെയധികം പെരുകുകയാണ്. കാരണം ഏതൊരു വലിയ സംഘർഷത്തിൻ്റെയും സ്വാഭാവികമായിട്ടുള്ള ഒരു ഉപോൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തിരോധാനമാണ്. ഇറാനിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും നേരിട്ടുള്ള വധഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണ് എന്ന ചോദ്യം ലോകമാകെ ഉയരുന്നുണ്ട്. യുദ്ധം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോഴും അദ്ദേഹം ഒരേ ഒരു തവണ മാത്രമാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ബങ്കറുകളെയും വാസസ്ഥലങ്ങളെയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അതീവ പ്രകടശേഷിയുള്ള മിസൈലുകൾ തൊടുക്കുന്നുണ്ടോ എന്നുള്ള ഭീതി അത് ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ തന്നെയുണ്ട്. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ന് ഡിജിറ്റൽ ലോകത്തുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ ചികിത്സയിലാണെന്നോ ഉള്ള വാർത്തകൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം അത് തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും അതോടൊപ്പം തന്നെ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് എന്ന നിഷ്പക്ഷമായിട്ടുള്ള വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട്. കാരണം തൻ്റെ ഭരണകാലത്തെ അഴിമതി ആരോപണങ്ങളിൽ നിന്നും കോടതി നടപടികളിൽ നിന്നുമൊക്കെ തന്നെ ജനശ്രദ്ധ തിരിക്കാൻ ഈ യുദ്ധം അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണോ അതോ സുരക്ഷാ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്നൊക്കെ തന്നെ ഒഴിയുകയാണോ എന്നത് ഇന്നും നിഗൂഢമായിട്ട് തന്നെ തുടരുന്ന ഒരു രഹസ്യമാണ്. നെതന്യാഹുവിൻ്റെ ശാരീരിക സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ കൃത്യമായ പ്രിസിഷൻ ബോംബിങ്ങിലൂടെ തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇവിടെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. സാങ്കേതികമായി ഏതൊരു ഒളിയിടവും തകർക്കാൻ കെൽപ്പുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നെതന്യാഹുവിനെ അവർക്ക് തൊടാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരുന്നത് നിരവധി ശബ്ദ സന്ദേശങ്ങൾ, പ്രസ്താവനകൾ മാത്രമാണ്. അതായത് അദ്ദേഹം നേരിട്ട് ദൃശ്യമാകാത്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഇതിനെ ഒരു വിജയമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ രാജ്യത്തിൻ്റെ നേതൃത്വം ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ഇരിക്കുക എന്നത് സൈനിക തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത് പലപ്പോഴും ഭീരുത്വമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും അത്യന്തം രഹസ്യാത്മകമാണ്. മുൻ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമനേയുടെ വധത്തിന് ശേഷം അധികാരമേറ്റെടുത്ത മകൻ മുജ്തബ ഖമേനിയും ഇപ്പോൾ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇറാൻ്റെ ഭരണകൂടം അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം സ്ഥിരീകരിച്ചെങ്കിലും അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും പകർത്തി പുറത്തുവിടാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇറാൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം എത്രത്തോളം സുരക്ഷിതമാണ് എന്നത് ഇത് കാണിക്കുകയാണ്. മുജ്തബ ഖമേനിയെയും വധിക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റുവെന്ന രീതിയിലുള്ള വാർത്തകളും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമാണ്. എന്നാൽ ഇത് ഇറാൻ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുകയോ ആണ് ചെയ്യുന്നത്. യുദ്ധം എന്നത് കേവലം 2 സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് രാജ്യത്തെ നയിക്കുന്ന വ്യക്തിത്വങ്ങളെ തകർക്കാനുള്ള ഒരു നീക്കം കൂടിയാണ്. അലി ഖമനേയുടെ വധം യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നുവെങ്കിൽ അത് ഇറാന് നൽകിയ ആഘാതം അത് ചെറുതല്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ സിംബലായിട്ട് നിലകൊള്ളുന്ന നേതാവിനെ ഇല്ലാതാക്കുന്നതിലൂടെ ആ രാജ്യത്തെ മൊത്തത്തിൽ തകർക്കാമെന്ന് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇറാൻ ഒരു വികേന്ദ്രീകൃത കമാൻഡ് സംവിധാനമാണ് പിന്തുടരുന്നത്. അതായത് ഒരു നേതാവ് വധിക്കപ്പെട്ടാൽ പോലും 31 പ്രവിശ്യകളിലെയും കമാൻഡർമാർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരം മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ഇറാഖിന് സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു സംവിധാനം രൂപപ്പെടുത്തിയത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ കോട്ടകളായിട്ടുള്ള അയൺ ഡോമും അതോടൊപ്പം തന്നെ ആരോ സിസ്റ്റവും ഒക്കെ തന്നെ പൂർണ്ണമായിട്ട് ഫലപ്രദമല്ലെന്ന് ഈ യുദ്ധം അത് തെളിയിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ക്ലസ്റ്റർ മിസൈലുകൾ ഈ പ്രതിരോധ സംവിധാനങ്ങളെ അനായാസം മറികടന്ന് ഇസ്രായേൽ മണ്ണിൽ പതിച്ചു. ഒരു മിസൈൽ തൊടുക്കുമ്പോൾ അത് ആകാശത്ത് വെച്ച് 100 കണക്കിന് ചെറിയ ബോംബുകളായിട്ട് വിഘടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഇത് അയൺ ഡോമിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. കാരണം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മിസൈലുകൾ ചിതറി വീഴുന്നതിനാൽ നാശനഷ്ടങ്ങൾ വ്യാപകമാണ്. ഇസ്രായേലിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർശനമായിട്ടുള്ള സെൻസർഷിപ്പ് നിയമങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ മാധ്യമങ്ങൾക്ക് അവ പുറത്തുവിടാനായിട്ട് സാധിക്കുന്നില്ല. ആധുനിക യുദ്ധം അത് ഇപ്പോൾ മിസൈലുകളിൽ നിന്ന് മാറിക്കൊണ്ട് സാമ്പത്തിക മേഖലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാൻ ഇപ്പോൾ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ആക്രമിക്കുമെന്ന ഭീഷണി ഇതിനോടകം തന്നെ ഇപ്പോൾ ഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സിറ്റി ബാങ്ക് അതോടൊപ്പം തന്നെ HSBC എന്നിവയുടെയൊക്കെ തന്നെ പ്രവർത്തനം തടസ്സപ്പെട്ടത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. ലോകത്തിൻ്റെ ഗ്യാസ് വിപണിയെ നിയന്ത്രിക്കുന്ന ഖത്തർ ഇന്ന് യുദ്ധഭീതിയുടെ നിഴലിലാണ്. അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ബാങ്ക് ജീവനക്കാരുടെ ഉടൻ രാജ്യം വിടാനായിട്ട് അമേരിക്കൻ ഭരണകൂടം നിർദ്ദേശിച്ചത്
അത് വരാനിരിക്കുന്ന വലിയ തകർച്ചയുടെ ഒരു സൂചനയാണ്. എണ്ണ വിപണിയിലെ ഡോളർ ആധിപത്യം അവസാനിപ്പിക്കുക എന്ന തന്ത്രപരമായിട്ടുള്ള നീക്കവും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഡോളർ അധിഷ്ഠിതമല്ലാത്ത വ്യാപാരത്തിന്, പ്രത്യേകിച്ചും ചൈനീസ് കറൻസിയായിട്ടുള്ള യുവാൻ ഉപയോഗിക്കുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായിട്ട് കടന്നു പോകാനായിട്ട് അനുമതി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് പെട്രോ ഡോളർ എന്ന സങ്കല്പത്തെ തന്നെ തകർക്കാനുള്ള ഒരു നീക്കമാണ്. സൗദി അറേബ്യയെയും UAEയെയും അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് മാറ്റാൻ ഈ നീക്കം സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന് മേൽ ഏൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രഹരമായിരിക്കും ഈ ഒരു നീക്കം. ഓഹരി വിപണികളെയും ഇൻഷുറൻസ് മേഖലയെയും തകർക്കുന്നതിലൂടെ അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ യുദ്ധസമയത്ത് മാധ്യമങ്ങളുടെ പങ്കും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്നത് പലപ്പോഴും ഒരു മിഥ്യയായിട്ട് മാറുകയാണ്. കാരണം മിക്ക മാധ്യമങ്ങളും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ ഇറാൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ മറുവശത്തെ ഇറാൻ്റെ വിജയഗാഥകൾ പാടാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. കാരണം സത്യസന്ധമായിട്ടുള്ള വിശകലനം നടത്തുന്നവർ രണ്ട് പക്ഷത്തു നിന്നും ആക്രമിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്ന ഓരോ വാർത്തയെയും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇവിടെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൺമുന്നിൽ കാണുന്ന ചിത്രങ്ങൾ പോലും പലതും AI ജനറേറ്റഡ് ആയിട്ടുള്ള നിർമ്മിച്ച വ്യാജ ദൃശ്യങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയുടെ മണ്ണ് ചരിത്രത്തിൽ നിരവധി പടയോട്ടങ്ങൾ കണ്ടതാണ്. എന്നാൽ ഇറാൻ്റെ മണ്ണ് ഒരിക്കലും ആർക്കും പൂർണ്ണമായിട്ട് കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്ന ചരിത്ര സത്യം അത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ യുദ്ധകാലത്ത് പോലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടിയ ഒരു ചരിത്രമാണ് ഇറാൻ്റേത്. അന്ന് റഷ്യയിൽ നിന്ന് മാത്രമാണ് അവർക്ക് സഹായം ലഭിച്ചത് തന്നെ. എന്നാൽ ഇന്ന് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട്. ഇറാൻ്റെ പിന്നിലുണ്ട്. അമേരിക്കയെ പൂർണ്ണമായി നേരിടാൻ ഇറാൻ സജ്ജമാണെന്നതിൻ്റെ ഒരു സൂചനയാണിത്. കേവലം ഒരു സൈനിക പോരാട്ടത്തിലൂടെ ഇറാനെ കീഴടക്കാം എന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ് എന്ന് ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കും. എണ്ണവില വർധനവും സപ്ലൈ ചെയിൻ തടസ്സങ്ങളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ഖത്തറിൽ നിന്നുള്ള വാതക വരവ് നിലച്ചതോടുകൂടി ഇന്ത്യയിൽ LPG പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. കോർപ്പറേറ്റുകളുടെ ആസ്തി മൂല്യം ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുറവിളി അമേരിക്കയ്ക്കുള്ളിലെ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ പോലും ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഇരകൾ സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന് ഭരണാധികാരികൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. സാധാരണ മിസൈലുകൾ കൃത്യമായ സൈനിക ലക്ഷ്യങ്ങളെ മാത്രം തകർക്കുമ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇത് വലിയ തോതിലുള്ള കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കുകയാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നടത്തിയ കിരാതമായിട്ടുള്ള ബോംബിങ്ങിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ പലയിടത്തും ഉണ്ടാകുന്നത്. യുദ്ധത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മര്യാദകൾ പോലും ഇവിടെ കാറ്റിൽ പറത്തുകയാണ്. എല്ലാം ലംഘിക്കപ്പെടുകയാണ്. ഇത് മനുഷ്യരാശിക്ക് തന്നെ ഏൽക്കുന്ന വലിയൊരു ആഘാതമാണ്. അമേരിക്കയുടെ സൈനിക താവളമായിട്ടുള്ള അൽ ഉദൈദ് നിലനിൽക്കുന്ന ഖത്തർ ഇന്ന് ലോകത്തിൻ്റെ നയതന്ത്ര കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഹമാസ് നേതാക്കൾക്കും അമേരിക്കൻ പ്രതിനിധികൾക്കും ഒരുപോലെ സംസാരിക്കാനായിട്ട് കഴിയുന്ന ഒരു ഇടമാണ് ഖത്തർ എന്ന് പറയുന്നത്. എന്നാൽ ഈ നിഷ്പക്ഷത എത്ര കാലം തുടരാനായിട്ട് കഴിയുമെന്നത് ഒരു പ്രധാന ചോദ്യചിഹ്നമാണ്. ഇറാൻ കഴിഞ്ഞ യുദ്ധത്തിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ആക്രമിച്ചിരുന്നു. ഇപ്പോൾ ബാങ്കിംഗ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അത് ഖത്തറിനെ തന്നെ സാമ്പത്തികമായിട്ട് തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് പശ്ചിമേഷ്യയിലെ GCC രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഭാവിയിൽ അമേരിക്ക ഇറാനെതിരെ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന വലിയ ചോദ്യമെന്ന് പറയുന്നത്. കാരണം ഒരു മിസൈൽ യുദ്ധത്തിൽ നിന്ന് മാറിക്കൊണ്ട് സൈന്യം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുത്താൽ അത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചേക്കാം. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും വിജയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഊഹാപോഹ കാര്യങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെ വസ്തുതകളെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ പശ്ചിമേഷ്യ മറ്റൊരു വൻ തകർച്ചയുടെ വക്കിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.